അന്ധത എന്തേ മാറാത്തേ? പ്രതിഷേധം സമയം വേറെ വൈകുന്നു. വീതി കൂടി തോടുണ്ട്, പക്ഷെ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്കല്ലേ വെക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമുക്ക് അവിടെ കൈവരി കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. പക്ഷെ കൈവരി എന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്ത് വരുമ്പോൾ ജീവന്റെ അത്ര കോസ്റ്റ് അല്ലല്ലോ. അല്ല, അത് നമുക്ക് കൊടുക്കാം, പ്രൊപ്പോസൽ കൊടുക്കാം. കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ നമ്മുടെ നിങ്ങളത് പ്രൊപ്പോസൽ അടിയന്തര ഈ സാഹചര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കത് പരിശോധിച്ചിട്ട് ഈ കൈവരി ഉണ്ടാക്കാനുള്ള ഒരു പ്രൊപ്പോസൽ തന്നെയാക്കിയിട്ട് സാങ്ഷൻ കൊടുക്കാം. ഇനി അപകടങ്ങളുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പറയുന്നതുകൊണ്ട് ഈ വാണി ബോർഡുകൾ വെച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ടോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷനിൽ പ്രൊപ്പോസൽ അങ്ങനെയൊന്നും അതിനെ ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അപകടമുള്ള സ്ഥലങ്ങളാണ് ചെറിയ കാര്യം മനസ്സിലാക്കുന്നത്. മഴ തുടങ്ങിയിട്ടില്ല, മഴ 2 മാസമായുള്ള സമയം. ഇതൊരു വേനൽ മഴയാണ്. വേനൽ മഴയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു മെയ് മാസത്തിലൊക്കെ സാധാ മഴ പെയ്യും കൊടുത്ത അവസ്ഥ അവിടുത്തതല്ല. നിങ്ങൾ ഇന്നത്തെ പത്രവും അങ്ങനത്തെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. ഓരോ ദിവസവും പോയിട്ട് മനോരമയിൽ വന്നു പോയിന്റ് ചെയ്ത് സ്ഥലങ്ങളിൽ ഒരു നേരം മഴ പെയ്താണ് ഈ അവസ്ഥ. അപ്പൊ മുഴുവനായിട്ട് മഴ 2-3 ദിവസം നിന്ന് എന്താ സ്ഥിതി എന്താണ്? 1.5 കിലോമീറ്റർ എത്ര മാത്രം ഈ സ്ഥലങ്ങളിൽ നാളെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നാളെ തന്നെ എത്തിച്ചു. കാരണം ഇന്നിപ്പോൾ മഴ പെയ്യും, ആളുകൾ മറ്റൊരു സാഹചര്യം പോയി അപകടം ഉണ്ടാകുന്ന സാഹചര്യം, അടിയന്തര സാഹചര്യത്തിൽ നമുക്ക് എത്തിച്ചു പോകാം. ഞങ്ങൾ ലിസ്റ്റ് തരാം. 7 കുട്ടികളുടെ പിന്നെ ഈ അപകട സാധ്യത ലിസ്റ്റ് തരാം. എന്ത് സാധ്യത എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും? സാർ ഈ പ്രപ്പോസൽ പരിക്കേറ്റ കുറെ ആളുകളുണ്ട്. അവര് വീട്ടിൽ ഇത് ഡോക്ടറെ കാണിച്ച് പോയിരിക്കുക. സൈൻ ബോർഡ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഈ ഒരു മഴക്കാലം വരാൻ പോവുകയാണ്. ഇപ്പൊ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പണി തീർക്കാൻ പറ്റും.